മലയാളത്തിലെ ഏറ്റവും മുതിർന്ന, മലയാളത്തെ ലോകത്തിലേക്ക് എത്തിച്ച മഹാനായ കവി സച്ചിമാഷിന്റെ കൂടെ ഇരുന്ന് ഏറ്റവും പുതിയ തലമുറയിലെ, ഏറ്റവും ചെറിയ തലമുറയിലെ ഒരു കവി ആയ ഞാൻ മാഷിന്റെ കാവ്യ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നൊരു സെഷൻ എന്ന നിലയിൽ എനിക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ ആണ് എന്ന് തോന്നുന്നു. സച്ചിമാഷിനെ സംബന്ധിച്ചിടത്തോളം വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത വലിയ എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ എത്രമാത്രം സമഗ്രതയിൽ ഒരു എഴുത്തുകാരനായിരിക്കാമോ അത്രമാത്രം സമഗ്രതയിൽ മലയാളത്തെ ഇന്ന് പ്രതിനിധീകരിക്കുന്ന എഴുത്തുകാരനാണ് സച്ചിമാഷ്, സച്ചിദാനന്ദൻ എന്ന സച്ചിമാഷ്. മാഷിന്റെ ആദ്യത്തെ കവിത 1965 ആദ്യ കവിതകൾ വരുന്നത് 1965. എനിക്ക് തോന്നുന്നു മാഷിന്റെ സമ്പൂർണ്ണ സമാഹാരം എടുത്ത് നോക്കിയാൽ ഏറ്റവും പഴയ കവിത വരുന്നത് 1965. ഈ വർഷം 2024 DC ബുക്സ് ഇപ്പോ അടുത്തിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം പഹാഡി ഒരു രാഗം മാത്രമല്ല എന്ന പുസ്തകത്തിൽ എത്തി നിൽക്കുന്നു മാഷിന്റെ കാവ്യ ജീവിതം. എത്രയോ പുസ്തകങ്ങൾ, കാവ്യ വിചാരങ്ങൾ, കാവ്യ സഞ്ചാരങ്ങൾ എല്ലാം ഇതിനകം നമ്മുടെ കാവ്യ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഈ ഏതാണ്ട് 60 കൊല്ലം, 1965 എന്ന് കണക്കാക്കിയാൽ 2025 മാഷിന്റെ കാവ്യ ജീവിതത്തിന്, എഴുത്ത് ജീവിതത്തിന് 60 വർഷം എത്തി നിൽക്കുകയാണ്. മാഷിന്റെ കാവ്യ ജീവിതം 60 വർഷം പൂർത്തിയാവുകയാണ്. മാഷ് ഈ 60 വർഷത്തിനിടയിൽ കവിതയെ കുറിച്ച് പല കാഴ്ചപ്പാടുകളിലൂടെ മാഷ് കടന്നു പോയിട്ടുണ്ട്. ഈ മാഷിന്റെ ഈ 60 കൊല്ലത്തെ കാവ്യ ജീവിതം അരമണിക്കൂർ ഒരു സെഷനിൽ ഒതുക്കുക അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈ സെഷന്റെ വെല്ലുവിളി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാഷിന്റെ മാറി മാറി വന്ന, ഓരോ കാലത്തും മാറി മാറി വന്ന കവിതയെ കുറിച്ചുള്ള സങ്കല്പനങ്ങളെ മുൻനിർത്തി ചിലത് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1965 മാഷിന്റെ ശ്രദ്ധേയമായ ആദ്യത്തെ കവിത ഗാനം എന്നൊരു കവിതയാണ്. വേനലിൽ ഉണങ്ങിയ മരത്തിൻ വളയൂരി വീണ നഗ്നമാം കൊമ്പിൽ പടർന്നു ചുറ്റി ചുറ്റി ദാഹിച്ച നാവും നീട്ടി പ്രാണവായുവാൽ ഊതിപ്പാകമാക്കിയ മുത്ത് പണത്തിൻ തുമ്പത്തേറ്റി ഇളകിപ്പുളഞ്ഞാടിക്കയറിപ്പോകും വിഷമിളകുമൊരു നീലനാഗിനിയാണെൻ ഗാനം. വിഷമിളകുമൊരു നീലനാഗിനിയാണ് എൻ ഗാനം. വേനലിൽ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയിലൂടെ ഇങ്ങനെ പടർന്നു ചുറ്റി ചുറ്റിപ്പോയി അതിന്റെ തുഞ്ചത്തിരുന്ന് അങ്ങനെ കൊത്താനാഞ്ഞ് പടം വിരുത്തി നിൽക്കുന്ന ഒരു വിഷമിളകുന്ന നീലനാഗിനിയാണ് എൻ്റെ ഗാനം എന്ന് പറഞ്ഞു. ഇതാണ് മാഷിന്റെ ഞാൻ വായിച്ചിട്ടുള്ള ആദ്യത്തെ കവിത. അതേ വർഷം തന്നെയാണ് ദേവി എന്നൊരു കവിത വരുന്നത്. ദേവി എന്നൊരു കവിത അതേ വർഷം തന്നെ വരുന്നുണ്ട്. എന്തായാലും ശരി, കവിതയ്ക്ക് മുമ്പ് ഗാനം ആയിട്ടാണ് ആ കാവ്യസ്വരൂപം വെളിപ്പെടുന്നത് എന്ന് തോന്നുന്നു. ഗാനമാണ്. പക്ഷേ അത് പരമ്പരാഗതമായൊരു ഗാനമല്ലത്, മറിച്ച് വിഷമിളകുന്ന നീലനാഗിനിയാണ്. അതിനുശേഷം മാഷിന്റെ ആദ്യകാല കവിതകൾ എഴുത്തച്ഛൻ എഴുതുമ്പോൾ 1971 വരുന്നൊരു കവിതയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ എന്ന് വിളിക്കാവുന്ന കവിത. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിതയിൽ എത്തുമ്പോൾ ഒരു പിതൃസ്വരൂപമായിട്ട് കവിത മാറുന്നുണ്ട്. എഴുത്തച്ഛനായി മാറുന്നു, അച്ഛൻ എഴുത്തായും എന്ന് മാഷ് അവിടെ പറയുന്നുണ്ട്. മാഷിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഈ ഗാനം, ഈ ഗാനത്തിന്റെ ഒരു ഇതെങ്ങനെയാണ് കാവ്യസ്വരൂപമായിട്ട് ഗാനത്തെ തെളിയിച്ചെടുക്കുന്നത്? പാരമ്പര്യമായിട്ടുള്ള ഒരു ബന്ധമാണോ, അത് വിഷമിളകുന്ന ഒരു നീലനാഗിനിയായി മാറുന്നു എന്ന് പറയുമ്പോൾ അതിനോടുള്ളൊരു ഇടച്ചിൽ ആണോ? എങ്ങനെയാണ് മാഷിന്റെ ആ തുടക്കത്തെ കാണുന്നത്? അതോടൊപ്പം തന്നെ ഈ കവിതയിൽ, ആദ്യകാല കവിതകളിൽ ഉടനീളം കാണാവുന്ന പിതൃസ്വരൂപം, കവിത ഒരു പിതൃസ്വരൂപമാണ് എന്നൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ് മാഷിന്റെ അവബോധത്തിൽ മാഷ് ലയിപ്പിച്ച് എടുക്കുന്നത്? ഗാനമെന്ന കവിത
ഞാൻ എഴുതുന്നത് എൻ്റെ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന അവസാന വർഷത്തിലാണ്. കവിതകൾ 6ാം ക്ലാസ് മുതലൊക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു. കവിതകളിൽ നിന്ന് ഞാൻ അതിനെ വിളിക്കില്ല. എങ്കിലും കവിത എഴുതാനുള്ള കവിതയുടെ ഒരു ദുർബലമായ ജീൻ എന്നിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഗാനം എഴുതുമ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് നിശ്ചയമായും ആ കവിതയിൽ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ഇമേജാണ്. അവനറിയാം എൻ്റെ കവിതയിൽ ഏറ്റവും പ്രധാനമായ ഒരു കാവ്യോപാധിയായി വരുന്നത് ബിംബങ്ങളാണ്. ആ തരത്തിലുള്ള ഒരു ബിംബമാണ് ആ ഗാനം എന്ന കവിത. അതിനെ ഞാൻ കവിതയായിട്ട് തന്നെയാണ് കാണുക. അതിന് ഗാനം എന്നുള്ള പേര് കൊടുത്തു. ഗാനം എന്ന് പറയുമ്പോൾ നമ്മൾ കവിതയ്ക്കും ഗാനം, അതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിലേക്ക് കടക്കാൻ സമയമില്ല. ഗാനം, ഗീതം, കവിത, ഇത് 3 ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള വാക്കുകളാണ്. പക്ഷെ അവിടെ ഗാനം എന്നുള്ളത് ഏതാണ്ട് കവിത എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കവിതയെ അവിടെ ഒരു വേനലുമായി ബന്ധപ്പെടുത്തിയാണ്. ഈ വെയിൽ നടക്കാൻ എനിക്ക് വലിയ വിഷമായിരുന്നുള്ള വേറൊരു കാര്യമാണ്. പക്ഷേ ഈ വേനലിൽ ഒരു ഉണങ്ങിയ മരത്തിൽ ചുറ്റിപ്പടരുന്ന അതൊരു മുത്ത് അല്ലെ, ഭണത്തിന്റെ തുമ്പത്തൊരു മുത്തുമായിട്ട് വരുന്ന ഒരു സർപ്പം. അപ്പൊ അതില് ആ ഇമേജ് വന്നത് എവിടെ നിന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയുക സാധ്യമല്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ചുറ്റിച്ചുറ്റലിൽ പലപ്പോഴും ഈ കവിതയിൽ, പ്രത്യേകിച്ചും വൃത്താത്മകമായ കവിതകളിൽ അതിൻ്റെ വരികളെ നമ്മളൊരു വര കൊണ്ട് യോജിപ്പിക്കുകയാണെങ്കിൽ കിട്ടുന്നൊരു ബിംബം ഒരു പാമ്പിൻ്റെ, ഒരു സർപ്പത്തിൻ്റെ പോലത്തെ ആയിരിക്കും. അതിൽ നമുക്ക് കിട്ടുന്ന അതിനെ നമ്മൾ പൊതുവെ രസം എന്ന് വിളിക്കാറുണ്ട് ഭാരതീയ ചിന്തയിൽ. ആ രസം ഈ പറഞ്ഞ ശിരസിൽ അത് എന്തുന്ന മുത്താണ്. ഇത് മുഴുവൻ ചുറ്റി വളഞ്ഞിട്ടേ അവിടെ എത്താൻ കഴിയുള്ളൂ. അതിൻ്റെ രസത്വൽ അല്ലെങ്കിൽ രസധ്വനിയിൽ നമുക്ക് എത്താൻ കഴിയുക അപ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു കവിതയിൽ നിന്ന് കിട്ടുന്നത് എന്ത് എന്നും ഒരു കവിതയുടെ സ്വരൂപത്തിൻ്റെ പടർച്ച എന്ത് എന്നും അത് എങ്ങനെയാണ് വേനലും ചൂടും ജീവിതത്തിൻ്റെ ഊഷ്മാവും ജീവിതം നമുക്ക് തരുന്ന പലപ്പോഴും ഭീഷണമായ അനുഭവങ്ങളും ശൂന്യതയുമായുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കുട്ടിക്കുണ്ടായ ചില വിചാരങ്ങളാണ് അത്. ഒരു കുട്ടി ആയിരുന്നു ഞാനെന്ന്, വാസ്തവത്തിൽ 17 വയസ്സോ മറ്റുമാണ്. അപ്പോൾ അന്നുണ്ടായ ചില വിചാരങ്ങളാണ് അതിൽ കവിതയെ പറ്റിയുള്ളൊരു സങ്കല്പമായിട്ട് അതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെയാണോ ഈ ഒരു അച്ഛൻ എന്നൊരു സങ്കല്പം, എഴുത്തച്ഛൻ അല്പം കഴിഞ്ഞിട്ടാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ നല്ല കവിതയിലേക്ക് എത്തുന്നത്? അതെ, എൻ്റെ വിദ്യാർത്ഥികാലം കഴിഞ്ഞ ഉടനെ എന്ന് പറയാം എഴുതിയത്. എൻ്റെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന 2ാമത്തെ കവിതയായിരുന്നു. അതിനു മുമ്പ് രൂപാന്തരം എന്ന് പറഞ്ഞൊരു കവിത വന്നിരുന്നു. സമയമായ അച്ഛ എന്നൊക്കെ മാഷ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ആസന്നമരണം. അപ്പൊ ഇതില് ഈ പിതൃസ്വരൂപം, അത് വേണമെങ്കിൽ മാതൃസ്വരൂപവും ആകാവുന്നതാണ്. ഈ ഒരു കവിതയിലെ ഇത്തരത്തിലുള്ള കവിതയുടെ ആദിപിതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ കവിതയുടെ ഇന്നത്തെ കവിയുടെ മുൻഗാമികളെ കുറിച്ചോ ഒക്കെയുള്ള ഒരു സങ്കല്പം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എഴുത്തച്ഛനിലാണത് വളരെ പ്രകടമായി ആദ്യം വരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ കവിതയിൽ എനിക്ക് എൻ്റെതായ, നമ്മളെല്ലാവർക്കും, എല്ലാ കവികൾക്കും അവരുടേതായൊരു കാനൺ ഉണ്ടാവും, അവരിഷ്ടപ്പെടുന്ന കവികളുടെ. ഞാനിവിടെ അത് പേരുകൾ പറഞ്ഞാൽ കുഴപ്പമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും എൻ്റെ കവിതയെ പലതരത്തിലൊക്കെ അഗാധമായി സ്വാധീനിച്ചിട്ടുള്ള ചില ഒരു മാതൃബിംബമുണ്ട് ബാലാമണി അമ്മയുടെ. പിതൃബിംബങ്ങൾ എന്ന് പറയാവുന്നത് പ്രധാനമായിട്ടും എഴുത്തച്ഛൻ മുതലുണ്ട്. എഴുത്തച്ഛൻ, കുമാരനാശാൻ, വയലോപ്പള്ളി, ഇടശ്ശേരി, ഇങ്ങനെയുള്ള ഒരു പരമ്പരയാണ് എൻ്റെ കവിതയെ പലപ്പോഴും പ്രചോദിപ്പിച്ചിട്ടുള്ളത്. എടശ്ശേരിയെ കുറിച്ചുള്ള കവിത ഇതിന് തുടർച്ചയായിട്ട് 70കളിൽ തന്നെ വരുന്നുണ്ട്. 70കളുടെ അവസാനം തന്നെ എടശ്ശേരി എന്നുള്ള കവിത വരുന്നുണ്ട്. ആ കവിതയിലെ മാഷ് എടശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ തന്നെ ആദിപിതാവായ നോഹയെ കുറിച്ച് പറയുന്നുണ്ട്. പൊന്നാനി ഒരു പെട്ടകമാണെന്നും ആ പെട്ടകത്തിൽ എല്ലാം നിറയ്ക്കുന്ന നോഹയായി എടശ്ശേരിയെ സങ്കല്പിക്കുന്നുണ്ട് മാഷ്. മനുഷ്യകുലത്തിന്റെ തന്നെ ആദിപിതാവ് എന്നുള്ള നിലയിൽ.
അതെ, എടശ്ശേരിയും വൈലോപ്പിള്ളിയുമാണ് എനിക്ക് വ്യക്തിപരമായി അറിയാമായിരുന്ന രണ്ടാളുകൾ. അനേകം മണിക്കൂറുകൾ അവരുടെ കൂടെ ചെലവിട്ടിട്ടുണ്ട്. തൃശ്ശൂർ വൈലോപ്പിള്ളി താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ വരും, കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും. എടശ്ശേരിയുടെ വീട്ടിൽ അന്ന് ഞങ്ങളുടെ ഒരു കമ്പനി ഉണ്ട്, അവരിൽ പലരൊക്കെ മരിച്ചുപോയി, ഞാൻ എങ്ങനെയോ അതിജീവിക്കുന്നേ ഉള്ളൂ. വീട്ടിൽ ഭട്ടതിരിപ്പാടും എം ഗോവിന്ദനും ഒക്കെ പാടുള്ളൊരു ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദ വലയത്തിൽപ്പെട്ട പലരും ഇടശ്ശേരിയായിട്ട് അടുപ്പമുള്ളവരും. അങ്ങനെ ഇടശ്ശേരിയുടെ വീട്ടിലും ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അത് കവിതയായിട്ട് അതിന് നേരിട്ടൊന്നും ബന്ധമില്ല, കവിതയ്ക്ക് ബന്ധമുള്ള ഇടശ്ശേരിയുടെ കവിതയായിട്ടാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലെങ്കിലും ഞാൻ ആ കവിത എഴുതുമായിരുന്നു. അപ്പോൾ ഇവനെ കൂടി എന്ന ഒരു തരത്തിൽ എൻ്റെ കവിതയെ കാണാവുന്ന ഒരു വഴി ഇങ്ങനെയുള്ള ചില പരമ്പരകൾ പോലെ, ഞാൻ പരമ്പരകളായിട്ട് ഒരിക്കലും ഉദ്ദേശിക്കാത്ത പരമ്പരകൾ എന്ന നിലയിൽ, ഒന്ന് ഈ കവികളെക്കുറിച്ചുള്ള എഴുത്തച്ഛൻ, ഇടശ്ശേരി, വൈലോപ്പള്ളി, കുഞ്ഞിരാമനാരെ കുറിച്ചുള്ള തിരിച്ചുവരവ് എന്നുള്ള കവിത, അങ്ങനെ സുഗതകുമാരി വരെയുള്ള ഒരുപാട് കവികളെക്കുറിച്ചുള്ള കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഒരു സീരീസിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിലൊക്കെ എന്നെ അഗാധമായി സ്പർശിച്ചിട്ടുള്ള ചില കവികളാണ്. കായ്ക്കരയിലെ മണ്ണെന്ന് പറഞ്ഞിട്ട് ആശാനെ പറ്റിയുള്ള കവിതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പരമ്പരയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പലതരത്തിൽ. പിന്നെ പുറത്തെ കവികളെ പറ്റിയിട്ടുള്ള ഒരുപാട് കവികൾക്ക് സമർപ്പിച്ച കവിതകളുണ്ട്. പുറത്തെ ഈ ഭക്തി സൂഫി കവികളെ കുറിച്ചുള്ള, അതിനെയും വേണമെങ്കിൽ ഒരു പരമ്പരയായിട്ട് ഉദ്ദേശിച്ചല്ല. കേരളത്തിൽ വെച്ചാണ് ഞാൻ കബീറിനെയും മീരയെയും കുറിച്ചുള്ള കവിത എഴുതുന്നത്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിലേക്ക് നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കട്ടെ, 70-കളിൽ ഇപ്പൊ എഴുത്തച്ഛൻ എഴുതുമ്പോൾ അങ്ങനെയുള്ള കവിതകളുടെ തുടർച്ചയായിട്ട് പിന്നെ 70-കളിൽ നമ്മൾ കാണുന്നത് മാഷിന്റെ സച്ചിദാനന്ദനെ കൃത്യമായി സച്ചിദാനന്ദൻ എന്ന കവിയാക്കി അടയാളപ്പെടുത്തിയ കവിതകളാണ്. കവിതകളുടെ ഒരു നിരയാണ്. ഇപ്പൊ സത്യവാങ്മൂലം പോലെ, പ്രതിമകൾ പോലെ ഒക്കെയുള്ള കവിതാ വിവർത്തനം പോലെ ഒക്കെയുള്ള, അല്ലെങ്കിൽ പനി പോലെ ഉള്ള മഴയുടെ നാനാർത്ഥങ്ങൾ പോലെ ഉള്ള കവിതകൾ തുടർച്ചയായിട്ട് വരുന്നൊരു സമയം കൂടിയാണത്. 1980 കവിതയും പോലീസും എന്നൊരു കവിത എനിക്ക് വളരെ, കവിതയെക്കുറിച്ചുള്ള ഒരു കവിത എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധേയമായി തോന്നിയിട്ടുണ്ട്. പൊതുവെ ഈ കവിതകളിലൊക്കെ പ്രതിരോധമായിട്ട് കവിത മാറുന്നു, അഭയമായിട്ട് കവിത മാറുന്നുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു സത്യവാങ്മൂലത്തിലാണ് ഒരു വരി ഉള്ളത്, ഒരു പെട്ടെന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള, മാസ്റ്റർ കവിതയിലെ ഒരു മാറ്റം കാണിക്കുന്ന, ഞാൻ എൻ്റെ വൃത്തവും പ്രാസവും മറന്നു പോകുന്നു, എൻ്റെ വൃത്തം ഓടയിൽ പെറ്റുവീഴുന്ന കുഞ്ഞിന്റെ നിലവിളിയുടെ വൃത്തമാണ്, എൻ്റെ പ്രാസം തടവറയിലെ കർഷകന്റെ പക നിറഞ്ഞ പേശികളുടെ പ്രാസമാണ്. ഗാനത്തിൽ നിന്ന് നമ്മൾ കവിതയെക്കുറിച്ചുള്ള വേറൊരു സങ്കല്പത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? 70-കൾ എന്ന് വ്യവഹരിക്കപ്പെടുന്ന കാലം എന്നേ പറയാവൂ. കൃത്യമായ 70-കളൊന്നും, അത് 80-കളിലേക്കൊക്കെ പടർന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു ചോദന എൻ്റെ കവിതയിൽ ഇന്ന് വരെ പല രീതികളിലൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ 70-കളെന്ന് നമ്മൾ പറയുന്ന ആ കാലത്ത് പ്രധാനമായും ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഒരുപാട് വലിയ ജനകീയ സമരങ്ങളെന്നോ മുന്നേറ്റങ്ങളെന്നോ ഒക്കെ പറയാവുന്ന കാര്യങ്ങൾ നടന്ന കാലമായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് നക്സൽബാരി പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും മാത്രമല്ല. ഏറ്റവും വലിയ റെയിൽവേ പണിമുടക്ക്, തുറമുഖ തൊഴിലാളി പണിമുടക്കൽ, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണിമുടക്കുകളും സമരങ്ങളും നടന്നൊരു കാലമായിരുന്നു. ആ കാലം ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാത്ത കവികൾ അക്കാലത്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സ്വാധീനം ഇതിൽ പല കവിതകൾക്കും പിറകിലുണ്ട്. അതിൻ്റെ ആദ്യത്തെ സത്യവാങ്മൂലമാണ് വാസ്തവത്തിൽ ഈ സത്യവാങ്മൂലം എന്ന കവിതയെക്കുറിച്ചുള്ള സങ്കല്പം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള എൻ്റെ സങ്കല്പവും കവിതയെക്കുറിച്ചുള്ള പൊതുസങ്കല്പവും മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സൂചന ആ കവിതയിലുണ്ട്. പിന്നീട് വന്ന അനേകം കവിതകളിൽ, ഇവിടെ തന്നെ പറഞ്ഞ പനിയൊക്കെ ഉൾപ്പെട്ട പല കവിതകളിലും പല രീതികളിൽ ഈ ഒരു പ്രതിരോധത്തിൻ്റെതായ ഒരു എലമെൻ്റ്, ഒരു മൂലകം കവിതയിൽ കടന്നു വരുന്നുണ്ട് എന്ന് പറയാം. അതോടൊപ്പം ഞാൻ ഒരു കാലത്തും ഒരൊറ്റ രീതിയിൽ മാത്രം കവിത എഴുതുന്ന ആളായിരുന്നിട്ടുമില്ല. മഴയുടെ നാനാർത്ഥം എഴുതുന്നു അക്കാലത്താണ്. കാരണം പ്രകൃതി എൻ്റെ കവിതയെ നിരന്തരമായി പിന്തുടർന്നിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതിയെ ഞാൻ
പിന്തുടർന്നിട്ടുള്ളതാണ് എൻ്റെ കവിത. അപ്പോൾ പല പല രൂപങ്ങളിൽ, അത് വൃക്ഷങ്ങളെക്കുറിച്ചുള്ള കവിതകളാകാം, മലകളെക്കുറിച്ചാകാം, പുഴകളെക്കുറിച്ചാകാം, അങ്ങനെയുള്ള ഒരുപാട് കവിതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആ തരത്തിലുള്ള നിരന്തരം അല്ലെങ്കിൽ അനന്തം, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അനന്തമായ ഒരുതരം പ്രയാണങ്ങൾ അല്ലെങ്കിൽ പിന്തുടർച്ചകൾ എൻ്റെ കവിതയിൽ കാണാം. അതിലൊന്ന് നിശ്ചയമായും ഈ പ്രതിരോധത്തിൻ്റെ ഒരു സിരയാണ്. അത് ആദ്യമായി രൂപം കൊള്ളുന്നത് ഈ പറഞ്ഞ പോലെ 70കളിലാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ പല രീതികളിൽ തുടരുന്നുണ്ട്. ആളുകൾ, കുട്ടികൾ പരസ്പരം കൊല്ലുമ്പോൾ അത് ഏത് പാർട്ടിക്കാരായാലും ശരി അതിനെ തള്ളിപ്പറയും. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഈ കൊലപാതക രാഷ്ട്രീയവും മറ്റു തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് അഴിമതികളും വൃത്തികേടുകളും ഇതിനോടൊക്കെ പല രീതിയിലൊക്കെ എൻ്റെ കവിത പലപ്പോഴും പ്രതികരിച്ചു പോകുന്നുണ്ട്. അതിനൊരു ആരംഭം എന്നുള്ള നിലയ്ക്ക് 70കളൊക്കെ. പക്ഷേ അതിനുശേഷം 80കളിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ 70കളിൽ ആ ചോര പൂക്കുന്ന ആ വസന്തം ഉണ്ടല്ലോ, ആ വസന്തം 80കളിൽ ഒന്നും മങ്ങുന്നുണ്ട് മാഷിന്റെ കവിതയിൽ. മാഷിന്റെ കവിതയിൽ 80കളിൽ സംഭവിച്ചിട്ടുള്ള കവിതയെക്കുറിച്ചുള്ള സങ്കല്പനത്തിനുണ്ടായ ചെറിയൊരു മാറ്റം, ആ സങ്കല്പനത്തിൽ ഒരു നേർത്ത വിഷാദം വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രകടമായി കാണാവുന്ന ആദ്യത്തെ ഒരു കവിത 1982 പുറത്തു വന്ന ഒടുവിൽ ഞാൻ ഒറ്റയാവുന്നു എന്നുള്ള കവിതയാണ്. ഒടുവിൽ ഞാൻ ഒറ്റയാവുന്നു, അത് ആ കവിത അവസാനിക്കുന്നത് വലിയ ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നത് എങ്ങനെ കിടാങ്ങളെ ഞാൻ ഒറ്റയായി പോകുവോളം എന്ന് വലിയൊരു പ്രതീക്ഷയിലാണത് അവസാനിക്കുന്നത്. എങ്കിൽ പോലും ആ കവിത വായിക്കുമ്പോഴൊക്കെ ഒരു നേർത്ത ഒരു ചെറിയ വിഷാദം അതിൽ പുരണ്ടിരിക്കുക. അതിങ്ങനെ ആ ഒരു വിഷാദം ആ കവിതയുടെ അടിയിലുള്ളതുപോലെ തീർച്ചയായിട്ടും തോന്നാറുണ്ട് ആ കവിത വായിക്കുമ്പോൾ. മാത്രമല്ല അതില് കവിതയെ കുറിച്ച് പറയുന്ന ഒരു ഖണ്ഡമുണ്ട്. അതിലൊരു ഭാഗത്ത് ക്ലാസ് മുറിയിലെ കവിതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അവിടെ മാഷ എഴുതുന്നുണ്ട്, അറവ് മൃഗങ്ങൾ ഇവർക്കുമേൽ, ഇവർ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളാണ്, അറവ് മൃഗങ്ങൾ ഇവർക്കുമേൽ കത്തിപോൽ കവിത തൻ ക്രൂരമാം കരുണ. ഒരു അക്കാഡമിക് കവിതയെ കുറിച്ച് 70കളിലെ സങ്കല്പം അങ്ങനെ ആയിരുന്നില്ല. കവിത പിന്നീട് ക്ലാസ് മുറികളിലേക്ക് ഒതുങ്ങി, കൂടുതൽ അക്കാഡമിക് ആയി, അത് ജനകീയമായില്ല എന്നൊരു വിഷാദം ഇതിന് പിന്നിൽ ഉണ്ടോ? ആ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നു എഴുതുന്നത് ഒരു ഭാഗത്ത് ആ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പിൻവിളിയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. വേറൊരു ഭാഗത്ത് കൂടുതലായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും മറ്റും പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ റഷ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സ്റ്റാലിനെ മറക്കാൻ കഴിയില്ല. ഇപ്പോൾ കമ്മ്യൂണിസം പോലും ഒരു ഏകാധിപതിയാണ്. അത് സ്റ്റാലിൻ ചെയ്ത ചില നല്ല കാര്യങ്ങളൊക്കെ ധാരാളം പറയാറുണ്ട്, ഫാസിസ്റ്റ് ചെറുത്തു എന്നൊക്കെ. പക്ഷെ അദ്ദേഹം ഫാസിസ്റ്റ് ആയിരുന്നു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പിന്നീട് ഞാൻ ഈ സാംസ്കാരിക വിപ്ലവത്തെക്കുറിച്ചും മാവോവിൻ്റെ കാലത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഈ തരത്തിലുള്ള പ്രത്യാശകൾ കുറേയൊക്കെ മങ്ങി എന്നതാണ് വാസ്തവം. ആ മങ്ങലിൻ്റെ ഒരു തുടക്കം ഈ ഒറ്റയാവലുണ്ട്. അതിൽ കവിതയെപ്പറ്റി പറയുന്നത്, ഈ കവിത ക്ലാസ് മുറികളിൽ എത്തുമ്പോൾ പലപ്പോഴും നാം എഴുതുന്ന കവിതയോ അതിൻ്റെ പിറകിലെ സ്വപ്നമോ അതിൻ്റെ പിറകിലെ പ്രചോദനമോ ഒന്നുമല്ലാതെ വെട്ടിമുറിക്കാവുന്ന വൃത്തവും ലക്ഷണവും അലങ്കാരവും ഒക്കെ പഠിപ്പിക്കാവുന്ന ഒരു അസംസ്കൃത വസ്തുവായി മാറുന്നുണ്ട്. അതിലുള്ളൊരു വിഷമം കൂടിയുണ്ട്. ക്ലാസ് മുറികളിൽ ഉറക്കം തൂങ്ങുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് സ്വപ്നങ്ങളെങ്കിലും നഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് ഞാൻ വേറൊരു കവിതയിൽ, വിദ്യാർത്ഥിയുടെ ആത്മകഥ എന്നുള്ള കവിതയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ക്ലാസ് മുറികളിൽ പലപ്പോഴും ജീവനുള്ള കവിതയല്ല, പലപ്പോഴും മരിച്ച കവിത, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു ഡെസ്കിൽ കിടത്തിയ ശവം പോലുള്ളൊരു സാധനമായിട്ട് കവിത മാറുന്നതിനെ കുറിച്ചുള്ളൊരു വല്ലാത്ത വിഷാദം. പക്ഷെ ആ വിഷാദത്തിൽ നിന്ന് തന്നെയാണോ മാഷ കവിതയെ ആഴത്തിൽ കാണാൻ തുടങ്ങുന്നുണ്ട് ആ കാലത്ത്? പ്രത്യേകിച്ചും വേര് എന്നൊരു സങ്കല്പം മാഷിന്റെ കവിതയിൽ വരുന്നത് ഈ ഒരു വിഷാദത്തെ നേരിടാൻ വേണ്ടിയാണോ എന്ന് പോലും തോന്നിക്കുന്ന തരത്തിൽ നമ്മുടെ കവിതയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, വേരിനെ കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കവിത, ആദി കവികൾ എന്ന സംഘകാല കവികളെ പരാമർശിക്കുന്ന ഒരു കവിത 1980കളുടെ ഒടുവിൽ മാഷ എഴുതുന്നുണ്ട്. അതൊന്ന്, ആ ഒരു വേര്, സ്വത്വം, ഈ പരികല്പനകൾ മാഷിന്റെ കവിതയിൽ വികസിച്ചു വരുന്ന ഒരു കാലമാണ്. അത് ശരിയാണ്. ശരിയാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് സന്തോഷത്തോടുകൂടി കേൾക്കുകയാണ് ആരെങ്കിലും ഇതൊക്കെ പറയുന്നത്. കാരണം എൻ്റെ കവിതയെക്കുറിച്ച് ഏറ്റവും കുറച്ചറിയാവുന്നത് വാസ്തവത്തിൽ എനിക്കാണ്, മറ്റുള്ളവർക്കാണ് കൂടുതൽ അറിയുന്നത്.
പക്ഷേ ഈ ഒരു സ്വത്വാന്വേഷണം പല തലങ്ങളിൽ പിൽക്കാലത്ത് എൻ്റെ കവിതയിൽ സംഭവിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായൊരു സ്വത്വാന്വേഷണമുണ്ട്, സാമൂഹ്യം എന്ന് പൊതുവേ പറയാവുന്ന ഒരു സ്വത്വാന്വേഷണമുണ്ട്, പ്രകൃതിയും മനുഷ്യനും പ്രപഞ്ചവും മനുഷ്യനുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന സ്വത്വത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന അതിപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. ഈ പല രീതികൾ, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘകാല കവികളിലേക്കും ആദ്യകാലത്തെ നമ്മുടെ അതും പിതൃസ്വരൂപങ്ങൾ തന്നെയാണ്. ആ ഈ പിതൃസ്വരൂപങ്ങളിലേക്കുള്ള ഒരു മടക്കമുണ്ട്. കാരണം ഈ മലയാളവും തമിഴും ഉണ്ടായത് ഒരൊറ്റ മൂലദ്രാവിഡ ഭാഷയിൽ നിന്നാണെന്നാണ് സമീപകാല ഭാഷാ ഗവേഷകർ പറയുന്നത്. അങ്ങനെയാണ് മലയാളത്തിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ചെറിയ ചരിത്രമേ ഉള്ളൂ. ആ പഴയ പകുതി ഇതും കൂടി തമിഴ് കവിതയുടെ ഒരു കാലം കൂടി നമ്മുടെ കവിതയുടെ വേരുകളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേരുകളിലേക്കുള്ള ഒരു പോക്ക് അത് ആ കാലത്ത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. പിന്നെയുള്ള കവിതകളിൽ അത് പല രീതികളിലൊക്കെ തുടരുന്നു. ശരിക്കും മാഷിന്റെ കാവ്യ വഴിയിൽ ഇത്ര തിരക്കിട്ട് പോന്നിട്ടും വളരെ കുറച്ച് ദൂരമേ നമ്മൾ എത്തിയുള്ളൂ. 90കളിൽ മാഷിന്റെ കവിത വീണ്ടും അടുത്തൊരു കവിതയെക്കുറിച്ചുള്ള സങ്കല്പന വീണ്ടും മാറുന്നു. കവി ബുദ്ധൻ എന്നൊരു കവിത മാഷ് എഴുതുന്നുണ്ട് ആ സമയത്ത്. അതേപോലെ ഗാന്ധിയും കവിതയും എന്നൊരു കവിത വരുന്നുണ്ട്. ഗാന്ധിയിലേക്ക് ബുദ്ധനിലേക്ക് ഒക്കെ കവിതയെ കൊണ്ടുവരുന്നുണ്ട് ആ ഒരു കാലത്ത്. ആ സമയത്ത് തന്നെയാണ് ആണ്ടാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ബസവണ്ണ കർഷകരോടൊത്ത് നൃത്തം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള അതൊരു ശ്രേണിയായിട്ട് വരുന്ന കവിതകളാണ്. മീര പാടുന്നു. ഈ കവിതകളൊക്കെ വരുന്നു. കവിത മനുഷ്യന്റെ ഒരു അടിസ്ഥാന വസ്തുവായിട്ട്, ഒരു അവശ്യ വസ്തുവായി മാഷ് കവിതയെ കാണുന്ന ഒരു കവിതയിൽ ഉപ്പ് മുളക് അതിന്റെ കൂട്ടത്തിൽ പലചരക്ക് സാധനങ്ങളുടെ കൂട്ടത്തിൽ കവിത തിരിച്ചു വരുമെന്ന് മാഷ ആ സമയത്തും എഴുതുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കവിത മനുഷ്യന്റെ അവശ്യ വസ്തു ആകും എന്നൊരു കാഴ്ചപ്പാട് 90കളിൽ വരുന്നുണ്ട്. അതിനുശേഷം 2000 ഈ പുതിയ കാലത്ത് പുതിയ പുസ്തകങ്ങളിലേക്ക് എത്തുമ്പോൾ, അവസാനം ഇറങ്ങിയ 2 സമാഹാരങ്ങളിലേക്ക് എത്തുമ്പോൾ മാഷ് ഭാഷയെ അതിന്റെ ഏറ്റവും ഭാഷയാക്കി കാണുന്ന വിക്ക് എന്ന് പറഞ്ഞൊരു കവിത വരുന്നു. വിക്ക് അല്ലെ, വിക്കിലേക്ക് ഭാഷകനെ ചെതറി ഇല്ലാതാവുന്ന. തുടക്കത്തിൽ തന്നെ മാഷ എഴുതിയിട്ടുണ്ട് ഒരു ബാബേൽ ഗോപുരം. മാഷിന്റെ കവിതയില് ഉടനീളം ഒരു ബാബേൽ ഗോപുരത്തിന്റെ നിഴൽ വീണ് കിടക്കുന്നുണ്ട്. സച്ചി മാഷിന്റെ കാവ്യ ജീവിതത്തിൽ ഉടനീളം അതുണ്ട്. എന്തായാലും ആ ബാബേൽ ഗോപുരത്തെ കുറിച്ചുള്ള ദുഃഖം മാഷിന്റെ കവിതയിൽ ഈ ഇടയായി കൂടുതൽ കൂടി വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരു സമാഹാരത്തിന്റെ പേര് തന്നെ ഇരുട്ടിലെ പാട്ടുകൾ എന്നാണ്, അല്ലെ, ഇരുട്ടിലെ പാട്ടുകൾ എന്നാണ്. ഇപ്പോ പുതുതായി ഇറങ്ങിയ പഹാടി ഒരു രാഗം മാത്രമല്ല എന്നുള്ള കവിതയില് സിംഹവും മാനും സിംഹവും എന്നൊരു കവിതയുണ്ട്. ആ കവിത വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കവിതയാണ്. വ്യവസ്ഥയുടെ വ്യാകരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കവിതയിൽ അഭയം തേടുന്നതിനെ കുറിച്ചുള്ളൊരു കവിതയാണത്. അപ്പൊ ഈ സമീപകാലത്ത് ഒരു അസംബന്ധതാ ദർശനം, നിരാശാബോധം, ഇതൊക്കെ എങ്ങനെയാണ് മാഷ് അതിനെ നേരിടുന്നത് കവിത കൊണ്ട്? ശരിക്ക് കബീർ പറയുന്നു എന്ന കവിത മുതൽ പിന്നീട് പറഞ്ഞ മീര പാടുന്നു, പിന്നെ രാമൻ ഇപ്പോൾ പറഞ്ഞ കവിതകൾ, അത് കഴിഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള നാമദേവനെ കുറിച്ചും ബുള്ളേ ഷായെ കുറിച്ചും ഭക്തി കവികളെ കുറിച്ചും സൂഫി കവികളെ കുറിച്ചൊക്കെ 11 or 12 കവിതകളുണ്ട്. അപ്പോൾ അതോടുകൂടി എൻ്റെ കവിതയിൽ ഞാൻ ആത്മീയത എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഘടകം പ്രവേശിക്കുന്നുണ്ട്. ആത്മീയത എന്ന് പറയുമ്പോൾ ഞാൻ മതത്തിൻ്റെ ഒരു ആധ്യാത്മികതയല്ല ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യൻ എന്ന് പറയുന്നത് നാരായണഗുരു ഒക്കെ പറയുന്നത് പോലെ നമുക്ക് ശരീരം മാത്രമായിട്ട് മനുഷ്യന് ചുരുക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് മനുഷ്യന് വ്യത്യസ്തയാക്കുന്നുണ്ട്. ആ ഒരു ഘടകത്തെയാണ് ഞാൻ ആത്മീയത എന്ന് വിശേഷിപ്പിച്ച് പോന്നിട്ട് എൻ്റെ പല സമാഹാരങ്ങളുടെയും മുഖവുരയിൽ ഈ ആത്മീയതയെക്കുറിച്ച് ഞാൻ പറയുന്നുമുണ്ട്. ആ ഒരു എലമെൻ്റാണ് ഒരു പക്ഷേ പിന്നീടുള്ള എൻ്റെ കവിതയിൽ ശക്തി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മനുഷ്യവംശം ആത്യന്തികമായി ഒന്ന് തന്നെയാണ് എന്നും എല്ലാ കാലത്തെയും എല്ലാ ദേശത്തെയും എല്ലാ ഭാഷകളിലും എഴുതുന്ന കവികളൊക്കെ എൻ്റെ ഗോത്രം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് ഇരുണ്ട കാലത്തെ പാട്ടുകൾ ആ സമാഹാരത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദർശനത്തിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭാഷയെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ,
ഭാഷയെക്കുറിച്ച് മാത്രമുള്ള എൻ്റെ കവിതകൾ മലയാളത്തിന് സമാഹരിച്ചിട്ടുണ്ട്. തോമസ് ചെയ്തിട്ടുണ്ട് പൂർണ്ണ ബുക്സിന്റെ ഇംഗ്ലീഷിലും ഐ എം എ ലാംഗ്വേജ് എന്ന് ഞാനൊരു ഭാഷയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. അപ്പൊ ഭാഷയെക്കുറിച്ചുള്ള ഒരുപാട് ഉത്കണ്ഠകൾ, എങ്ങനെയെല്ലാമാണ് ഭാഷ ഉത്ഭവിക്കുന്നത്, എങ്ങനെയാണത് നുണ പറയാൻ ഉപയോഗിക്കപ്പെടുന്നത്, എങ്ങനെയാണത് കവിതയായി മാറുന്നത്, ഈ രീതിയിലുള്ള ഭാഷയെക്കുറിച്ചുള്ള വിചാരങ്ങളും ഉത്കണ്ഠകളും വളരെ കൂടുതൽ ശക്തമായി വരുന്നുമുണ്ട് ഈ അവസാന കാലം ആയപ്പോഴേക്കും. അപ്പൊ ഈ ദുഃഖത്തിനും ഈ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ എന്ന് വിളിക്കാവുന്ന ഒരു സ്വഭാവം അതിനുണ്ട്. ഒരു ആത്മീയമായ ഒരു ദുഃഖം എന്ന് പറയാം. പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതിനെ കുറിച്ചുള്ള ദുഃഖം. നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒക്കെ കാലത്താണ്. മനുഷ്യവംശം എത്ര കാലം നിലനിൽക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാലത്താണ്. അപ്പൊ ആ തരത്തിലുള്ള പ്രകൃതിയും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വരുന്ന വിടവുകളെ കുറിച്ചുള്ള ഉത്കണ്ഠ ഉൾപ്പെടെയുള്ള അനേകം ഉത്കണ്ഠകൾ ഭരിക്കുന്ന ഒരു ചെറിയ ദുഃഖ സാമ്രാജ്യം ഈ കവിതകളിലൂടെ ക്രമേണ രൂപപ്പെടുന്നുണ്ട് എന്ന് പറയാം. നമുക്ക് സമയമായി തോന്നുന്നു, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ചോദ്യം സമയമില്ല. ഓക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സച്ചിമാഷിന്റെ കവിത ഗാനം എന്നുള്ള കവിത ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഈ സെഷൻ തുടങ്ങിയത്. മാനും സിംഹവും എന്നുള്ള 2024 ഞാൻ ഇവിടെ നേരത്തെ പരാമർശിച്ച കവിതയുടെ ഒന്ന് തുടങ്ങി വെച്ചുകൊണ്ട് ഞാൻ നിർത്താം. ലളിതമായ മെലിഞ്ഞ ഒരു വാക്കുപോലെ വിറയ്ക്കുന്ന ഒരു മാൻകുട്ടിയെ ഞാൻ കണ്ടു. അതിനു പിറകിൽ വ്യാകരണത്തിന്റെ സിംഹം വാ പിളർന്നു നിന്നു. മാൻകുട്ടി ഓടി ഒരു കവിതയുടെ വരിയിൽ അഭയം തേടി. കുത്തുകളും കോമകളും പുല്ലും പൂക്കളുമായി മാറി അതിനെ മൂടി. സിംഹം ഇന്നും അലറി അതിനെ തേടി നടക്കുന്നു. ഓരോ കവിതയും മണത്തു നോക്കുന്നു. അതിന്റെ പുള്ളികളിലും വള്ളികളിലും വസന്തം വന്ന് നിറയുന്നത് കണ്ട് അത് അമ്പരങ്ങ് തിരിച്ചു നടക്കുന്നു അടുത്ത മാൻകുട്ടിയെ തേടി. ഈ 60 കൊല്ലം കൊണ്ട് കവിതയെക്കുറിച്ചുള്ള മാഷിന്റെ സങ്കല്പനങ്ങൾ, കവിത എന്താണ് എന്ന് മാഷ് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു, നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ അന്വേഷണങ്ങളുടെ എന്താ പറയാ, ആ പൂർത്തീകരണം കൂടിയാണ് മാഷിന്റെ കാവ്യജീവിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.